ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ വളരെ കോമൺ ആയിട്ടുള്ളൊരു കൺസേൺ ആണല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് കഴിഞ്ഞ ജനറേഷനേക്കാൾ കൂടുതൽ ഒരുപാട് ലിപ്സിൻ്റെ പ്രൊഡക്ട്സുകൾ ലിപ്സ്റ്റിക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതതിൻ്റെ ഒരു മേജർ ഉണ്ട്. കാരണം വെച്ചാൽ ലിപ്സ്റ്റിക്സിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. പിഗ്മെൻ്റ് ആണ് മെയിനായിട്ട്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലിപ്പിൽ റിയാക്ഷൻസും ഡ്രൈനെസ് ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ചിലതരം ലിപ്സ്റ്റിക്സ് ഉണ്ട്, വിനൈൽ ലിപ്സ്റ്റിക്ക്, മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്ക്, ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്സ്, ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്, അതുപോലെ ചില ചീപ്പർ പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നമ്മൾ PTൻ്റെ മീറ്റിങ്സിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പല പാരൻസും നമ്മളോട് കുട്ടിയോട് പറയും ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതൊക്കെ നിർത്താൻ പറയാം. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എന്തായാലും നമ്മൾ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം പിയർ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ഇനി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ നല്ല ബ്രാൻഡ് മേടിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് കൈയടിക്കാൻ കിട്ടിയ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ലിപ്സ്റ്റിക്ക് എന്നുള്ളത് മാത്രമാണോ ഇതിൻ്റെ ഇപ്പോൾ വരുന്ന മേജർ കോസ്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കോസുകളാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഡ്രൈ സ്കിന്നും കോമൺ ആണല്ലോ എസ്പെഷ്യലി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ലിപ്സ്, ചാപ്പ് ലിപ്സ്, അതുപോലെ ലിപ്പ് കൂടുതലായിട്ട് ഈ പൊളിച്ചെടുക്കണ ഒരു ടെൻഡൻസിയൊക്കെ ആൾക്കാർക്കുണ്ട്. ഈ സ്കെയിലിംഗ് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ലിപ്പ് ലിക്കിങ്, ഇതൊക്കെ ലിപ്പിൻ്റെ ഒരു ഡ്രൈനെസ് കൂട്ടി പിന്നെ പിഗ്മെൻറ്റേഷൻ വരുത്തുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട്. പല ആൾക്കാർക്ക് മേജർ കൺസേൺ ഉണ്ടാവുക ഈ ലിപ്പ് പിഗ്മെന്റഡ് ആകുമ്പോൾ ആളുകൾ ചോദിക്കും സ്മോക്കിംഗ് ഉണ്ടോ എന്നുള്ളത്. കാരണം സ്മോക്കിംഗ് കൂടുതൽ ഉണ്ടെങ്കിൽ ലിപ്പ് പിഗ്മെന്റേഷൻ ഉണ്ടാകും എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു അറിവാണല്ലോ. അതെ. പിന്നെ അതുമല്ലാതെ വേറെ കോസസ് കാണുന്നത് ഈ നമ്മൾ ലിപ് സ്ക്രബ്സ് കൂടുതൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ ചില ഡെഫിഷ്യൻസീസിൽ, പിന്നെ PCOS, തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ, അണ്ടർലൈൻ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ലിപ്പിലും അതിന് ചുറ്റും പിഗ്മെന്റേഷൻ കാണുന്നുണ്ട്. B12 ഡെഫിഷ്യൻസി പോലെ. ഇപ്പം ചില ഓർഗാനിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പ്രൊഡക്ട്സിന്നും ചിലപ്പം ഇങ്ങനെ ഒരു പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഓർഗാനിക് പ്രോഡക്ട്സിൽ ഇപ്പം നമ്മളൊരു ഓർഗാനിക് പ്രോഡക്റ്റ് വീട്ടിലുണ്ടാക്കി എന്ന് വിചാരിച്ചു, ഒരു ലിപ് ബാം. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും? മാക്സിമം ഒരു 2 to 3 വീക്സ്. അത് കഴിഞ്ഞ് അത് കേടാവാൻ തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഓർഗാനിക് ആയിട്ട് ലേബിൾ ചെയ്ത് വരുന്ന പ്രോഡക്ട്സിനൊക്കെ ഒരു ഷെൽഫ് ലൈഫ് 1 year ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? എന്തെങ്കിലും ഒരു പ്രിസർവേറ്റീവ് അതിൽ ആഡ് ചെയ്യാതെ നമുക്ക് കിട്ടില്ലല്ലോ. ചില കെമിക്കൽസ് ഈ പിഗ്മെന്റേഷന് ആഡ് ഓൺ ചെയ്യും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പലതരം ലിപ് ലൈറ്റനിങ് ഏജൻസികൾ കൊടുക്കാറുണ്ട്. അതുപോലെ SPF അടങ്ങിയിട്ടുള്ള ലിപ് മോയ്സ്ചറൈസേഴ്സും കൊടുക്കാറുണ്ടല്ലോ. അതല്ലാതെ നെക്സ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കെമിക്കൽ പീലിംഗ് ആണ്. പക്ഷേ എക്സസീവ് ആയിട്ട് ചെയ്താൽ എസ്പെഷ്യലി നമ്മുടെ നെഗറ്റീവ് റിസൾട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. പിന്നെ വേറെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. Nd:YAG ലേസർ ട്രീറ്റ്മെന്റ്. Nd:YAG ലേസർ ട്രീറ്റ്മെന്റ് പല പേഷ്യൻസ് കുറച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സിറ്റിങ്സ് വേണം. ഒരു 6 to 8 സിറ്റിങ്സ് ഒക്കെ അതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു 2-3 സിറ്റിങ്സ് കഴിയുമ്പോഴേക്കും റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് പിന്നെ അതിന് ഒഴിവാകുന്നത് വളരെ കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. പക്ഷേ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പേഷ്യൻസിന് റിസൾട്ട് ഒരു വിധം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയായാലും പൊതുവേ നമുക്കൊരു സിംഗിൾ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ട് മാജിക്കൽ റിസൾട്ട് ഓഫർ ചെയ്യാൻ കഴിയാത്ത ഒരു കൺസേൺ ആണ് ലിപ് പിഗ്മെന്റേഷൻ അല്ലേ? അതെ. അതേപോലെ ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് നമ്മൾ ചിലപ്പം പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് മൈക്രോ പിഗ്മെന്റേഷൻ. ലിപ് മൈക്രോ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മേക്കപ്പ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്.